ഹലോ ഗേയ്സ്, ദേ ഇന്ന് കാലത്ത് തന്നെ ഞാൻ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കി. അപ്പോൾ ദേ അമ്മ നട്ട ചെടിയിൽ മഞ്ഞ പൂക്കളുണ്ടായിരിക്കുകയാണ്. കണ്ടോ? ദേ ഇതും അമ്മ നട്ടതാ, മുളക് തൈകൾ. അതിൽ നിറച്ച് മുളകുണ്ടായിരിക്കുകയാണ്, വെള്ള മുളക്. കണ്ടില്ലേ? ഇതും അമ്മ നട്ടതാണ്, കുറച്ച് നാൾ മുന്നേ നട്ടതാണ്, വലുതായിരിക്കുകയാണ്. ദേ അമ്മ നട്ടത് കുഞ്ഞു കുഞ്ഞു മുളക് തൈകൾ ഒക്കെ മുളച്ച് മുളകുണ്ടായി. ദേ അപ്പോഴാണ് അമ്മ വാഴയില കൊണ്ടുവന്ന് തന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കാലത്ത് തന്നെ അടി ഉണ്ടാക്കുന്നത്. ദേ ഇതേ വാഴയിൽ നിന്നാണ് ഞാൻ ഇലകളൊക്കെ പറിച്ചെടുത്തത്. കണ്ടോ? ഇനി നമുക്കിത് കഴുകിയൊന്ന് വൃത്തിയാക്കാം. ദേ വാഴയില കൊണ്ടുവന്ന് വെച്ചു. ദേ ഇന്ന് ഞാൻ ആട്ടപ്പൊടി കൊണ്ട്, ഗോതമ്പ് പൊടി കൊണ്ടാണ് ഞാൻ ഇന്ന് അടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കണ്ടോ? കുറച്ച് ശർക്കര എടുത്ത് വെച്ചു. നല്ല കറുത്ത ശർക്കരയാണ്, നമുക്ക് നാളികേരത്തിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മ നാളികേരമൊക്കെ ചിരകി തരാമെന്ന് പറഞ്ഞു. ഇതേ നാളികേരം അമ്മ ചിരകി തരാണ്. ഇന്ന് തന്നെ അമ്മയാണ് സഹായിക്കുന്നത് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ? അമ്മ നാളികേരം ചിരകി തരാണ്. അപ്പോഴാണ് ഞാൻ വാഴയിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ദേ വാഴയിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. അപ്പോഴേക്കും അമ്മ നാളികേരമൊക്കെ ചിരകി കൊണ്ടുവന്നു. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ആട്ടപ്പൊടി, ഇത് കണ്ടോ പതുക്കെ കൊട്ടിയിടുന്നത്, ഇനി അതിലേക്ക് തട്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് ഒന്ന് കുഴച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് ഉപ്പൊക്കെ തട്ടി അതിലേക്ക് കണ്ടോ കുറച്ച് ഉപ്പിട്ടു. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് അടയ്ക്ക് എങ്ങനെ കുഴയ്ക്കുക അതേപോലെ കുഴച്ചെടുക്കുക. അധികം വെള്ളമില്ലാതെ കുഴച്ചെടുക്കാണ്ടോ. ഞാൻ കുഴച്ചെടുത്തതാണിത്. അപ്പോഴേക്കും നാളികേരത്തിലേക്ക് ചിരകിടാമെന്ന് വിചാരിച്ചു. ശർക്കര കുനുകുനാന്ന് കത്തി ഉപയോഗിച്ച് ചിരകിടാൻ പോവാണ്. ചീവിയിടാണത്. ഒരു വെള്ള ശർക്കരയാണ് ഞാനിതിലേക്ക് ഇടാൻ പോകുന്നത്. കണ്ടോ? ചെറുതായി കുനുകുനാന്ന് ചിരകി ചീവി ഇടുക. അത് കഴിഞ്ഞ് അത് പതുക്കെയാണ് നാളികേരവും ശർക്കരയും കൂടി മിക്സ് ചെയ്യുക. കണ്ടോ? പതുക്കെ മിക്സ് ചെയ്യാം. വേണമെന്ന് വെച്ചാൽ നിങ്ങളിതിൽ ജീരകം കൂടി മിക്സ് ചെയ്യാം, നല്ല മണം കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ ജീരകം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനതിൽ മിക്സ് ചെയ്യുന്നത്. അടയുടെ മാവുണ്ട്, അട പരത്തി അതിലേക്ക് കുറച്ച് നാളികേരവും ശർക്കരയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് എല്ലാം പതുക്കെ മടക്കി വയ്ക്കാം. കണ്ടോ? അതിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് എല്ലാം പതുക്കെ മടക്കാൻ പോവാണ്. മടക്കി പ്രസ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഇല ഇതേപോലെ പതുക്കെ കുഴച്ചെടുത്ത്, കണ്ടോ? പതുക്കെ കുഴച്ചെടുത്ത് ഇലയിൽ പരത്തിയെടുക്കുക. നല്ല രീതിയിൽ കനം കുറച്ച് പരത്തണം, എന്നാലേ കാര്യമുള്ളൂ. കനം കൂട്ടി പരത്തി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അധികം കനം പാടില്ല. നേരിയ കനത്തിൽ പരത്തി എടുത്ത് അതിലേക്ക് ശർക്കരയും നാളികേരവും മിക്സ് ചെയ്ത് വെച്ചത് പതുക്കെ അതിൽ ഒരു ഭാഗത്തായിട്ട് പതുക്കെ അത് ഇല അടച്ച് പ്രസ് ചെയ്യുക പതുക്കെ. എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി വെച്ച അടക്കളാണ് ഞാനിത്. ഇനി നമുക്ക് അതൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് വെള്ളം ചൂടാക്കി അതിന് മുകളിൽ തട്ട് വെച്ച് ഇല ഓരോന്നിനെ ഇടാണ്. ഓരോ ഇലകൾ വെച്ചു. കണ്ടോ? മുകളിലായിട്ട് ഓരോ ഇലകൾ വെച്ചു. ഇനിയിപ്പോൾ അതൊക്കെ ഇഡ്ഡലി പാത്രം ഞാൻ
അടച്ചു. തീ കത്തിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കെടുക്കാം. അതെ, ആവി പോയി കഴിഞ്ഞപ്പോൾ ഞാനെടുത്തു. കണ്ടോ? ദേ ഒരടി എടുത്ത് ഞാൻ അവിടെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ ഒരു ഭാഗം വേവാനുണ്ട്. ഒന്നും കൂടി ആവണമെന്ന് എനിക്ക് തോന്നി. വേണ്ട, ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിലേക്ക് വീണ്ടും ഞാൻ വെച്ചു. ഒന്ന് സ്റ്റീം കയറ്റാണ്. കണ്ടോ? ഒന്ന് സ്റ്റീം കയറ്റി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് തുറന്നെടുക്കാൻ പോവാണ്. കണ്ടോ? അവിടെ വെന്തോന്നൊന്ന് നോക്കട്ടെ കേട്ടോ. ഒരില എടുക്കുകയാണ്. വെന്തോന്ന് ഞാൻ പൊന്തിച്ചൊന്ന് പതുക്കെ നോക്കിയപ്പോൾ വെന്തോന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരെണ്ണെടുത്ത് ഞാൻ പ്ലേറ്റിലിട്ട് പൊന്തിച്ച് നോക്കിയാണ്. സ്വാദിഷ്ടമായ അട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.